പ്രിയമുള്ള ഡോക്ടർ മാരാർജി പ്രേക്ഷകരെ നമസ്തേ. നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് വളരെ ഗൗരവമുള്ള ഒരു യോഗത്തെക്കുറിച്ചാണ്. ത്രിഗ്രഹ യോഗമെന്ന് പറയുന്ന ഒരു യോഗം ഇന്ന് സംഭവിക്കുകയാണ്. ഇന്ന് കർക്കിടകം 1-ാം തീയതി 11:11 സൂര്യൻ കർക്കിടകൻ രാശിയിലേക്ക് സംക്രമിക്കുകയാണ്. ഈ സമയത്ത് കർക്കിടകൻ രാശിയിൽ സൂര്യനോടുകൂടെ ബുധനും ശുക്രനും ഉണ്ടാകുന്നു. ഇത് ഒരു ത്രിഗ്രഹ യോഗമാകുന്നു, 3 ഗ്രഹങ്ങളുടെ യോഗമാകുന്നു. ഈ യോഗം ജ്യോതിശാസ്ത്രപ്രകാരം സാരാവരി ആചാര്യൻ ഇതിൻ്റെ ഗുണദോഷങ്ങളെ വളരെ വ്യക്തമായി പ്രതിപാദിച്ചിരിക്കുന്നു. എന്താണ് ഈ ത്രിഗ്രഹ യോഗത്തിൻ്റെ ഫലമെന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. അതിതപ്തോ വാചാടോ ഭ്രമണരുചിഃ പ്രോഷിതോ ഗുരുഭിഃ സ്ത്രീഹേതോഃ സന്തപ്തഃ ഏകസ്ഥൈഃ സൂര്യബുധ ശുക്രൈഃ. ഇതാകുന്നു ഈ ത്രിഗ്രഹ യോഗം. ഏകസ്ഥൈഃ ഒന്നിച്ച് നിൽക്കുമ്പോഴുണ്ടാകുന്ന സൂര്യബുധ ശുക്രൈഃ, സൂര്യബുധ ശുക്രന്മാരുടെ ത്രിഗ്രഹ യോഗം ഒരു വ്യക്തിയെ എന്തൊക്കെയാക്കി തീർക്കുന്നു? അതിതപ്തഃ, ഇദ്ദേഹത്തെ വളരെയധികം ദുഃഖിതനാക്കുന്നു. വാചാടഃ, അനാവശ്യമായി സംസാരിക്കുന്നു, പുലമ്പിക്കൊണ്ടിരിക്കുന്നു എന്നൊരു മോശപ്പെട്ട ഫലവും ഇവിടെ പറഞ്ഞിരിക്കുന്നു. ഭ്രമണരുചിഃ, സഹ പരിഭ്രമണശീലഃ അസ്തി, അയാൾ പരിഭ്രമണം ചുറ്റി സഞ്ചരിക്കാൻ വളരെയധികം ആഗ്രഹിക്കുന്നു. പ്രോഷിതോ ഗുരുഭിഃ, തൻ്റെ ഗുരുജനങ്ങളാൽ അയാൾ പരിത്യജിക്കപ്പെടുന്നു. സ്ത്രീഹേതോഃ സന്തപ്തഃ, സ്ത്രീകൾ കാരണം അങ്ങേയറ്റം ദുഃഖവും അപമാനവും അനുഭവിക്കേണ്ടി വരുന്നു. ഇതാകുന്നു ഈ ത്രിഗ്രഹ യോഗത്തിൻ്റെ ഫലം. ഈ യോഗം കേവലം 4 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. കർക്കിടകം 1-ാം തീയതി മുതൽ 4-ാം തീയതി വരെ, അതായത് ജൂലൈ 16 മുതൽ 19 വരെയുള്ള 4 ദിനങ്ങളിൽ മാത്രമേ ഈ യോഗമുള്ളൂ. ഈ 4 ദിവസം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഓരോ രാശിക്കാരും നമുക്ക് വളരെ ലളിതമായി മേടം മുതൽ 12 രാശിക്കാർക്ക് ഈ യോഗം എപ്രകാരമാണെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന മേടം രാശിക്കാർക്ക് ഇവിടെ ഈ ത്രിഗ്രഹയോഗം നടക്കുന്ന കർക്കിടക രാശി 4-ാം ഭാവമാകുന്നു. മേടം രാശിക്കാർ വളരെയധികം ശ്രദ്ധിക്കണം. ഭ്രമണരുചിഃ, കറങ്ങി തിരിക്കുവാൻ വളരെ താല്പര്യം കാണുന്നു. അതുകൊണ്ട് വാഹന വിഷയം വളരെ ശ്രദ്ധിക്കണം. മേടൻ രാശി കാമി എന്ന ഫലത്തോടു കൂടിയുള്ള രാശിയാണ്. അത്യന്തം കാമം കാരണം ചെറുപ്പക്കാർ തൻ്റെ ഗേൾഫ്രണ്ട്സിനെ അല്ലെങ്കിൽ യുവതികളെ കൂട്ടി കറങ്ങി നടക്കും വാഹനങ്ങളിൽ. വാഹനാപകടത്തിൻ്റെ സമയമാകുന്നു. പെട്ടെന്ന് വേവലാതി വന്ന് വാഹനങ്ങളൊക്കെ നിയന്ത്രണം വിട്ട് ഓടിച്ച് അപകടത്തിലെത്തുന്നു. അതേ രീതിയിൽ കറങ്ങി നടക്കുമ്പോൾ മറ്റുള്ളവർ ശ്രദ്ധിച്ച് അതിലൂടെ പേരുദോഷം വരുന്ന സമയമാകുന്നു. ഇടവം രാശിക്കാർക്ക്, അതായത് കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, രോഹിണി മകയിരം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്നവർക്ക് സ്ത്രീഹേതോഃ സന്തപ്തഃ, സ്ത്രീകൾ കാരണം അങ്ങേയറ്റം ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നു. വിവാഹം, ദാമ്പത്യം, സൗഹൃദങ്ങൾ ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു ശുക്രൻ. ആ ത്രിഗ്രഹ യോഗത്തിലൂടെ സ്ത്രീകൾ കാരണം തനിക്ക് സന്താപം, ദുഃഖം അനുഭവിക്കേണ്ടി വരുന്ന ഒരു ദയനീയമായ അവസ്ഥ കൈവരുന്നതാണ്. അടുത്തതായി മിഥുനം രാശി. മിഥുനം രാശി എന്നാൽ മകയിരം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര പുണർതം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക. ഈ യോഗം വളരെ അനുകൂലമായൊരു സ്ഥിതിവിശേഷം സംജാതമാകുന്ന ഒരു രാശി മിഥുനൻ രാശിയാണ്. മിഥുനൻ രാശിക്കാരുടെ 2-ാം ഭാവമാകുന്നു കർക്കിടകൻ രാശി. ഇവിടെ ത്രിഗ്രഹ യോഗം വാചാടഃ, ധാരാളം സംസാരിച്ചിട്ട് കാര്യങ്ങൾ നേടുവാനുള്ള ഒരു സമയം സമാഗതമാകുന്നു ഈ 4 ദിവസക്കാലം. പക്ഷേ മറ്റുള്ളവരെ വെറുപ്പിക്കാൻ പാടില്ല. വെറുപ്പിച്ചാൽ അവർ നമ്മളെ പരിത്യജിക്കും. അതിനാൽ ബ്രോക്കർമാരും മറ്റ് വാക്കുകൊണ്ട് ജീവിക്കുന്നവരും ഒക്കെ വളരെ ശ്രദ്ധിക്കുക. അനാവശ്യമായി അനവസരത്തിൽ സംസാരിക്കാൻ പാടില്ല. അടുത്തതായി കർക്കിടകൻ രാശി. കർക്കിടകം രാശിക്കാർക്ക് രാശിയിൽ തന്നെയാണ് ഈ ത്രിഗ്രഹ യോഗം നടക്കുന്നത്. കർക്കിടക രാശിക്കാർ വളരെയധികം വാഹന വിഷയത്തിൽ ശ്രദ്ധിക്കുക. കറങ്ങി സഞ്ചരിക്കുമ്പോൾ പ്രത്യേകിച്ച് രാത്രി, കർക്കിടകം നിശാരാശിയാണ്, രാത്രി വാഹനാപകടത്തിൻ്റെ സമയമാകുന്നു.
ആ സമയത്തുള്ള യാത്രയിൽ വന്യമൃഗങ്ങളെ, ആനയെ കണ്ട് ഭയപ്പെടുന്ന ഒരവസ്ഥ സംജാതമാകുന്നതാണ്. അതുകൊണ്ട് കുട്ടികളെയൊക്കെ കൂട്ടി ഉല്ലാസയാത്ര കർക്കിടകൻ രാശിക്കാർ ഈ 4 ദിവസക്കാലം നടത്താതിരിക്കണം. അടുത്തതായി ചിങ്ങം രാശി. ചിങ്ങം രാശി എന്നാൽ മകംപൂരം ഉത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്നു. ഈ ചിങ്ങൻ രാശിക്കാർക്ക് കർക്കിടകൻ രാശി 12ാം ഭാവമാകുന്നു. അതിനാൽ ഈ 12ാം ഭാവത്തിൽ നിൽക്കുന്ന ഈ ത്രിഗ്രഹ യോഗം വളരെ പ്രതികൂലമാണ്. വളരെയധികം ശ്രദ്ധിക്കണം. കർമ്മമേഖല, അനാവശ്യമായ വിവാദങ്ങളിൽ പോയി തനിക്ക് മാനസികവും ശാരീരികവുമായ അസ്വസ്ഥതകൾ വരും, തനിക്ക് പേരുദോഷം വരുന്ന സമയമാകുന്നു. അതിതപ്ത എന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത്. വളരെയധികം ദുഃഖം അനുഭവിക്കേണ്ടി വരുന്ന 4 ദിവസങ്ങളാണ് ജൂലൈ 19-ാം തീയതി വരെ. വളരെ ശ്രദ്ധിക്കണം. ഇനി കന്നിരാശിക്കാർക്ക് ഉത്തര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, അത്തം ചിത്ര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന കന്നിരാശിക്കാർക്ക് ഈ യോഗം പ്രായണ വളരെ ഗുണമാകുന്നു. വാക്കുകൊണ്ട് ജീവിക്കുന്നവർക്കൊക്കെ ഈ യോഗം വളരെ ഗുണമാണ്. അധികമായാൽ അമൃതം വിഷം. ധാരാളം സംസാരിക്കാതിരിക്കുക, പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുക. കാരണം എല്ലാ ഗ്രഹങ്ങളും 11ാം ഭാവത്തിൽ ഒരു വസുമദ്യോഗ കർത്താവായി നിൽക്കുന്നു. ധനലാഭം വളരെയധികം ഉണ്ടാകുന്ന സമയമാകുന്നു. അടുത്തതായി തുലാം രാശി. ചിത്ര നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചോതി വിശാഖ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന തുലാം രാശിക്കാർക്ക് പ്രായണ ഈ യോഗം കർമ്മമേഖലയിൽ വളരെ അനുകൂലമായ ഒരു സ്ഥിതി സംജാതമാകുന്നതാണ്. 10ാം ഭാവത്തിലെ സൂര്യൻ അധികാരത്തെ സൂചിപ്പിക്കുന്നു. ഈ ഒരു വാരം പുതിയ പല സൗഹൃദങ്ങൾ വരും. അതിലൂടെ ഗുണപരമായ മാറ്റങ്ങൾ ഈ 4 ദിവസക്കാലം തുലാം രാശിക്കാർക്ക് അനുഭവിക്കാൻ സാധിക്കുന്നതാണ്. അടുത്തായി വൃശ്ചികൻ രാശി. വൃശ്ചികൻ രാശി എന്നാൽ വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, അനിഴം തൃക്കേട്ട നക്ഷത്രം. ഈ രാശിക്കാർക്ക് ഈ ഒരു യോഗം ഒരു ഗുരുശാപത്തിൻ്റെ ദിനങ്ങളാകുന്നു. പ്രോഷിതോ ഗുരുഭീഹി. ഗുരുക്കന്മാരുമായി ഈ 4 ദിവസം യാതൊരു തരത്തിലും തർക്കിക്കാൻ പാടില്ല. ഗുരുശാപത്തിൻ്റെ സമയമാകുന്നു. സ്ത്രീ വിഷയത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. സ്ത്രീകൾ കാരണം ദുഃഖം അനുഭവിക്കേണ്ടി വരുന്നു എന്നൊരു വലിയ യോഗം വൃശ്ചികം രാശിക്കാർക്കുണ്ട്. ബാക്കിയെല്ലാം വൃശ്ചികം രാശിക്കാർക്ക് വളരെ നല്ലതാണ്. കർമ്മമേഖല നല്ലതാണ്. അടുത്തതായി ധനുരാശി. മൂലം പുരാടം ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന ധനുരാശിക്കാർക്ക് വളരെയധികം ശ്രദ്ധിക്കണം. സ്ത്രീ വിഷയത്തിൽ വളരെയധികം ക്ലേശങ്ങൾ അനുഭവിക്കേണ്ട സമയമാകുന്നു. 8-ലെ സൂര്യനും ശുക്രനും ബുധനും കർമ്മമേഖലയിൽ ചില മാറ്റങ്ങളൊക്കെ ആകാം. പക്ഷേ സ്ത്രീ വിഷയത്തിൽ എടുത്തുചാടി വിവാഹ വിഷയമായാലും പ്രണയമായാലും അതിലൂടെ അപവാദങ്ങളും അപഖ്യാതികളും തൻ്റെ പിറകെ വരും. നല്ല വെള്ള ഷർട്ടിട്ട് നടക്കുന്ന വ്യക്തിക്ക് ഒരു കുപ്പി മഷി കുടഞ്ഞാൽ ഉണ്ടാകുന്ന അനുഭവം ധനുരാശിക്കാർക്ക് വരും. വളരെ ശ്രദ്ധിക്കണം. അടുത്തതായി മകരൻ രാശി. മകരൻ രാശി എന്ന് വെച്ചാൽ ഉത്രാട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, തിരുവോണം നക്ഷത്രം, അവിട്ടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന രാശിക്കാർക്ക് പ്രായേണ സ്ത്രീകളുമായി കലഹിക്കാനും സ്ത്രീകളുമായി പരിഭവം ദുഃഖം അനുഭവിക്കുവാനുള്ള സമയമാകുന്നു. സ്ത്രീബൃഗത പരിഭവം മതകെ പതങ്കെ 7-ൽ സൂര്യൻ വന്നാൽ സ്ത്രീകൾ കാരണം പരിഭവമുണ്ടാകും. അതുകൊണ്ട് സ്ത്രീ വിഷയം, സ്ത്രീ സൗഹൃദം ഒക്കെ വളരെ ശ്രദ്ധിക്കുക. യാത്രയ്ക്കൊക്കെ അനുകൂലമാണ്, പക്ഷെ കരുതി യാത്ര ചെയ്യുക. അടുത്തതായി കുംഭൻ രാശി. അവിട്ടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 30 നാഴിക, ചതയം പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 45 നാഴിക വരുന്ന ഈ രാശിക്കാർക്ക് പ്രായണ വളരെയധികം ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന 4 ദിനങ്ങളാണ് കടന്നു വരുന്നത്. അതിതപ്ത അങ്ങേയറ്റം ദുഃഖം അനുഭവിക്കും. പ്രത്യേകിച്ച് സന്താനങ്ങളുടെ വിഷയത്തിൽ അനാവശ്യമായ സന്താനങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിക്കാതെ എടുത്തു ചാടി വല്ല ക്ലേശത്തിലും വരുന്ന ദിനങ്ങളാകുന്നു. വളരെയധികം ശ്രദ്ധിക്കണം. ഇവിടെ സന്താനപതിയായ ബുധൻ 6-ൽ നിൽക്കുന്നു, ശത്രുസ്ഥാനത്ത് നിൽക്കുന്നു. പിതാവുമായി എന്തെങ്കിലും കാര്യത്തിൽ പിണങ്ങി തന്നിഷ്ടപ്രകാരം എടുത്തു ചാടിയെടുക്കുന്ന തീരുമാനങ്ങളൊക്കെ വളരെ മോശമായ രീതിയിൽ പര്യവസാനിക്കും. വളരെ ശ്രദ്ധിക്കുക. വളരെയധികം മക്കളെ മോട്ടിവേറ്റ് ചെയ്യേണ്ട സമയമാണ്. കുട്ടികളെ 4 ദിവസം നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അതേ രീതിയിൽ ഗുരുശാപത്തിൻ്റെ സമയമാണ്. സ്കൂളിൽ അധ്യാപകരുമായി മുഷിഞ്ഞു പോകുന്ന ഒരു സമയമാണ്. വളരെയധികം കുട്ടികളെ ജാഗ്രതപ്പെടുത്തി മുന്നോട്ട് നയിക്കാൻ ശ്രമിക്കുക ഈ 4 ദിവസം. അടുത്തതായി മീനം രാശി. പുരൂരുട്ടാതി നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, ഉത്രട്ടാതി രേവതി നക്ഷത്രം വരുന്ന മീനം രാശിക്കാർക്ക് ഈ ഒരു 4 ദിവസത്തെ യോഗവും അത്ര ശുഭമല്ല. പ്രത്യേകിച്ച് ഗുരുനാഥന്മാരുമായി
പ്രയാസങ്ങളില്ലാതെ നോക്കണം. 5-ാം ഭാവത്തിൽ നിൽക്കുന്ന ഈ ത്രിഗ്രഹ യോഗം പഠന സംബന്ധമായ വിഷയത്തിലും ബാക്കി എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ്, നല്ല ബുദ്ധി പ്രദാനം ചെയ്യുന്നു. പക്ഷേ ഒരു തരത്തിലും സൗഹൃദം കൂടിയിട്ടുണ്ടാകുന്ന ദോഷങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന 4 ദിവസങ്ങളാകുന്നു മീനം രാശിക്കാരുടെ മുന്നിലുള്ളത്. അതിനാൽ വളരെയധികം ശ്രദ്ധയോടുകൂടി പക്വതയോടുകൂടി ഈ 4 ദിവസങ്ങളെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക. നന്ദി, നമസ്കാരം.